ഗുഡ് മോർണിംഗ്. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് 2 ദിവസമായി. ഞാനിപ്പം കോട്ടയത്താണ് നിൽക്കുന്നത്. ഇന്നലെ ഞാനൊരു ലോട്ടറി കടയിൽ ജോലിക്ക് വന്നു. പിന്നെ കുറച്ച് പണം വരച്ചു. രാത്രിയിൽ ഒരു തട്ടുകടയിൽ ജോലിക്ക് പോയി. ഇപ്പം എൻ്റെ കയ്യിൽ 850 രൂപയുണ്ട്. അപ്പം ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി. കുളിച്ചില്ല, പകരം സ്പ്രേ അടിച്ചു. ചാറ്റ്ലി 5 ദിവസം സ്പ്രേയിലാണ് പിടിച്ചിരിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അടുത്ത സിറ്റിയിലേക്ക് പോവാം. ഇന്ന് എനിക്ക് ഒട്ടും സമയം കളയാനില്ല. കാരണം എനിക്കൊരു വമ്പൻ ബിസിനസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത സിറ്റിയിലേക്ക് പോവാണ്. കയ്യിൽ കുറച്ച് പൈസ കിട്ടിയപ്പം എനിക്ക് കുറച്ച് അഹങ്കാരവും കൂടി. ഇന്നലെ നടന്നു പോയ ഞാൻ ഇന്ന് ഓട്ടോയിലാണ് പോകുന്നത്. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ ഒരു ലക്ഷറിയാണ്. ഇനി എനിക്ക് ഒട്ടും സമയം കളയാനില്ല. $1 മില്യൺ ബിസിനസ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഞാൻ അങ്ങനെ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. നമുക്കിന്നൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്. നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ചായയും പഴംപൊരി. ഈ സീരീസിൽ എൻ്റെ മെയിൻ ഫുഡാണ് ചായയും പഴംപൊരി. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ബൂം ബൂം. ഇനി എൻ്റെ ബിസിനസ് പ്ലാൻ എന്താന്ന് പറയാം. ഇതിപ്പോൾ ഡിസംബർ മാസമല്ലേ, അതായത് ക്രിസ്മസിൻ്റെ സമയം. ക്രിസ്മസിൻ്റെ സമയത്തിന് ഒരു സാധനത്തിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പോകും. എന്താണെന്നറിയാമോ? പ്ലം കേക്ക് അല്ലാണ്ട് പിന്നെ പ്ലം കേക്ക് അല്ല, സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 105 രൂപയാണ്. എൻ്റെ കയ്യിൽ 4 ചാർട്ട് പേപ്പർ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ബിസിനസ് ഐഡിയ ഉണ്ടാക്കുന്നത്. നമ്മളെ മുന്നിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരും. ഞാനിന്ന് ബ്രോഡ്വേ പോയപ്പോഴാണ് ഈ ക്രിസ്മസിൻ്റെ ഒരു വൈബൊക്കെ കിട്ടിയത്. സ്റ്റാറും മറ്റേ ഉണ്ട പോലത്തെ ബലൂണും ആ സാധനമൊക്കെ കണ്ടു. നമ്മളൊന്ന് സ്റ്റാർ ഉണ്ടാക്കി വിൽക്കാൻ പോവുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ചാർട്ട് പേപ്പർ മേടിച്ചു, ബ്ലേഡ് മേടിച്ചു, സ്കെയിൽ മേടിച്ചു, പശ മേടിച്ചു. എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ നമുക്കൊരു 300 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാം. നമ്മുടെ കഴിവ് എന്തുകൊണ്ട് നമുക്ക് ചാർട്ട് പേപ്പറിലേക്ക് വരച്ചെടുത്തുകൂടാ അല്ലേ? അപ്ഡേറ്റ്. നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്തു നിന്ന് നമ്മളെ പോലീസുകാർ പറഞ്ഞു വിട്ടു അത് അത്ര സേഫ് ഏരിയ അല്ല എന്ന് പറഞ്ഞു. നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോവല്ലേ. അതെ, ഇതിനകത്തൊന്നും പൈസ കിട്ടിയില്ലേ നമ്മൾ വഴി കിടക്കും. അത്രേ ഉള്ളൂ. ആര് കിടക്കും? നമ്മൾ കിടക്കും. അങ്ങനെയാണോ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ അറിയത്തില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ 2 പേര് എൻ്റെ അടുത്തേക്ക് വന്നത്. ദ റിയൽ ഗെയിം ചേഞ്ചർ. हिंदी सब्सक्राइबर्स. आपका नाम क्या है? तनुष्का. कनुष्का. तनुष्का. तनुष्का. ठीक वो है. मेरे लिए पैसे ही बना दो, मैं तुमको पैसा दिया. ഞാനൊരു സ്റ്റാർ ഉണ്ടാക്കുവാന്ന് പറഞ്ഞപ്പം ആദ്യത്തെ സ്റ്റാർ ഇവർ മേടിക്കാന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ സ്റ്റാർ മേടിക്കാന്ന് പറഞ്ഞു. ഇവർ 2 പേരും മറൈൻ ഡ്രൈവിൽ പേനയൊക്കെ വിൽക്കുന്നവരുടെ മക്കളാണ്. ये कौन है? ये मेरा वाइफ. तुम्हारा शादी हो गया? नहीं गर्लफ्रेंड? नहीं, गर्लफ्रेंड भी नहीं. पता है सिग्मा है हम. मैम आपको सिग्मा पता है? पता है ഹിന്ദിയിൽ സിഗ്മ ഉണ്ടോ? എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം വീട്ടിൽ വന്നാൽ ഫുഡ് തരാമെന്ന് അവർ പറഞ്ഞു. हमको अला मुझको बजा दिया. घर नहीं है. अच्छा, क्या करूँगा? मेरा रूम पे चलो, हम तुमको खाना खिलाएंगे. താങ്ക് യു. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റാർ ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന്. अच्छा किसे किसे अच्छा അച്ഛേ घर में चिपकाएगा. ആ അത് മനസ്സിലായില്ല. ആ ക്ലാപ്പിംഗ് ക്ലാപ്പിംഗ് ക്ലാപ്പിംग. ये आपके लिए मेरे पास. ओ उधर देखो. അവർ പറയുന്ന ഹിന്ദി കേട്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. नहीं, मैंने नहीं पढ़ा था. मेरा बड़ा भैया ना दीपक, उसने ले लिया, उसने पढ़ दिया. मैं उससे बोला तो बोलता है मैं तेरे को मारूंगा. ഹിന്ദിയിൽ എനിക്ക് അറിയാവുന്ന വാക്കൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ओ ठीक है ठीक है ठीक है ठीक है ठीक है ठीक. इसके बाद ले लूँगा. ठीक है. ഹായ്, ഞാൻ ഈ ഒരു സീരീസ് ചെയ്യുന്നത് നിവേദൻ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. നിവേദിന് 6 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. പക്ഷെ ഇരിക്കാനോ നടക്കാനോ ഒന്നും അവനെ കൊണ്ട് പറ്റത്തില്ല. നിവേദിന്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അവനൊന്ന് നടന്നു കാണുക എന്നുള്ളത്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ വിചാരിക്കുവാണെങ്കിൽ ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ നടക്കും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യുക, എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാനും ചെയ്യും. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. ഇതിന്റെ സൈഡിൽ ഒരു ചെറിയ പാർക്കുണ്ട്. അവിടുത്തെ ടോയ് ട്രെയിനും സൈക്കിളും ഒക്കെ കണ്ടപ്പം തനുഷ്ക എന്നോട് ചോദിച്ചു പാർക്കിൽ കൊണ്ടുപോകുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്ന് പാർക്കിലേക്ക് പോവാം. പിള്ളേരോടെ പാർക്കിൽ വന്നാണ്. ഞങ്ങൾ 3 പേരും കൂടെ പാർക്കിൽ പോവാ. अगर मेरा वो मैं पैसा दे
पड़ेगा। नहीं नहीं ये चलाना नहीं आता है। मैं പഠിപ്പിച്ചു തരാം ഐസ ആണ് സീക്ക് ഐഷ് ഇങ്ങനെയല്ല പഠിക്കുന്നത് ഇങ്ങോട്ട് 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 ഹാൻഡിൽ ഹാൻഡിൽ അതന്നെ രണ്ട് പിള്ളേര് കാരണം എന്റെ $1 മില്യൺ ബിസിനസ് ആണ് പൊളിഞ്ഞത്. അതന്നെ ബിസിനസ് പൊളിഞ്ഞെങ്കിലും ഞാൻ ഹാപ്പിയാണ്. इधर जाना उधर उधर गिरेगा तो लग मैं है आपका ड्राइवर इंस्ट्रक्टर छोटू हाँ पोटे वलतोट वलत में हिंदी क्या बोलेगा इधर जाओ पीछे। पीछे नहीं सीधा स्ट्रेट है ना ज्यादा तेज, इसको ज्यादा तेज अच्छा लगता है। ഇന്നത്തെ എന്റെ ദിവസം മുഴുവൻ മാറ്റിമറിച്ചത് ഇവർ രണ്ടുപേരുമാണ്. ये कौन पता है आपको कौन? राजू राजू। അവളുടെ പേരെന്താ എടാ രാജുവിന്റെ എന്റെ പേരെന്താ सीमा। सीमा हाँ सीमी ए सीमा बालरमा बोलता है बालरमा का कैरेक्टर है ये और ये हाँ ये वो कुट्टूसन और डागिनी और उसका साथ ये ചെറിയൊരു ചെറുക്കനില്ലായിരുന്നു ഓ ഹേ ലുട്ടാപ്പി दाबी। ആ ഡാബി നൈ ലുട്ടാപ്പി പാർക്കിൽ കൊണ്ടുപോയതിന്റെ പകരമായിട്ട് എനിക്കൊരു ഇട്ടാപ്പട്ടി ഗിഫ്റ്റ് ആയിട്ട് തന്നു. ബൈ ബൈ बाय बाय। ബാക്കി വന്ന സ്റ്റാർ ഒക്കെ ഞാൻ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഒട്ടും വയ്യ. ഏതെങ്കിലും ഒരു റൂം കിട്ടുമോ നോക്കണം. ഞാൻ നോക്കുന്നത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റൂമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. നമുക്ക് വെള്ളം കുടിക്കാം. വെള്ളത്തിനൊക്കെ എന്നെ ടേസ്റ്റാടാ. ഞാനങ്ങനെ ഫൈനലി ഒരു 350 രൂപയ്ക്ക് ഒരു റൂം കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നേരെ അവിടെ പോയിട്ട് ഒരു റൂം എടുത്തു. ഒന്നാം മല കയറി ഒരു ബെഡ് കിട്ടിയപ്പം റോയൽ ഫീൽ ആയിരുന്നു. കാരണം ഇന്നലെ മുഴുവൻ കൊതുകടിയായിരുന്നു. ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് രാത്രിയിൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഇന്നത്തെ ദിവസം ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. 2 ചെറിയ കുട്ടികൾ എൻ്റെ മൈൻഡ് തന്നെ മാറ്റി തന്നു. പൈസ പോട്ടെ, സന്തോഷം വരട്ടെ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഓക്കെ ബൈ.